നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് എൻ്റെ വീട്ടിലെ പറയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാണകം മെഴുകുക, പൂക്കളൊക്കെ ഇറുത്ത് വയ്ക്കുക, ഇല തുടച്ച് വയ്ക്കുക. അങ്ങനെ ഞങ്ങളുടെ ഗ്രാമദേവതയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും എൻ്റെ കുടുംബവും. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ കാണുന്നതൊക്കെ. സാധാരണയായി ഹിന്ദുമത വിശ്വാസികൾ ക്ഷേത്രങ്ങളിൽ പോയാണല്ലോ ആരാധിക്കുന്നത്. ആ ആരാധിക്കുന്ന ദേവനോ ദേവിയോ നമ്മളുടെ വീടുകളിൽ എത്തുന്ന ഒരു ദിവസമാണ് ഈ പറ എഴുന്നള്ളിപ്പ് ദിവസം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ട് അയലത്തെ വീട്ടിൽ അൻപലിയായിരുന്നു. അൻപലിക്ക് കുറച്ചും കൂടെ വിപുലമായ തയ്യാറെടുപ്പുകൾ അത്യാവശ്യമാണ്. അൻപലിയുടെ പന്തലാണ് ഈ കാണുന്നത്. കുരുത്തോല, മാവില, വേപ്പില, ആലില തുടങ്ങിയ ഇലകളും വെറ്റ, അടയ്ക്ക, വാഴപ്പഴം, തേങ്ങാക്കൊത്ത്, വിവിധ തരത്തിലുള്ള പൂക്കൾ എന്നിവ കൊണ്ടാണ് അൻപലിപ്പന്തൽ ഒരുക്കുന്നത്. പ്രകൃതിയോട് തീർത്തും ഇണങ്ങിയ ഒരു അലങ്കാര രീതി. പ്രകൃതിക്ക് ദോഷം വരാത്ത ഈ അലങ്കാര രീതികൾ നമുക്ക് മറ്റു ചടങ്ങുകൾക്കും പ്രയോജനപ്രദമാക്കാവുന്നതാണ്. പ്രകൃതി സംരക്ഷണത്തിൽ നമ്മുടെ പൂർവികർ എത്രത്തോളം ശ്രദ്ധാലുക്കളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൺചിരാതിൽ വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. അൻപലിപ്പന്തൽ അലങ്കരിക്കാൻ ഒരു വിളക്കിൻ്റെ രൂപം കുരുത്തോലയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ചെയ്യുന്നത്. ഇത്തരത്തിൽ വിവിധ രൂപങ്ങൾ കുരുത്തോല കൊണ്ടുണ്ടാക്കി അൻപലിപ്പന്തൽ അലങ്കരിക്കാറുണ്ട്. വിളക്ക്, തത്ത, ശംഖുചക്രം, അങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങൾ. ഇങ്ങനെ കുരുത്തോല രൂപങ്ങൾ ഉണ്ടാക്കാൻ അതിസമർത്ഥരാണ് ഓണാട്ടുകരക്കാർ. ഇവിടെ അൻപലി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കാണുന്നത് കുരുത്തോല കൊണ്ടുള്ള മറ്റൊരു അലങ്കാര രൂപമാണ്. ഇത്തരത്തിലുള്ള അലങ്കാരങ്ങളും വിളക്കുകളും ചന്ദനത്തിരിയുടെ ഗന്ധവും മൊത്തത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. നമ്മൾ മറ്റേതോ ലോകത്ത് എത്തിയതുപോലെ. എത്തുന്നത് ചില്ലറക്കാരിയൊന്നുമല്ല, ഈ നാടിൻ്റെ വരദേവതയായ ചുറ്റുളങ്ങരയമ്മയാണ്. അപ്പോൾ പിന്നെ അലങ്കാരങ്ങൾക്കും പരിശുദ്ധിക്കും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. 5 പറകളിലും ചങ്ങഴികളിലും നാഴികളിലുമായി 5 തരത്തിലുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതിനെയാണ് അൻപലി എന്ന് പറയുന്നത്. നെല്ല്, ഉണക്കലരി, അവല്, മലര്, വാഴപ്പഴം എന്നിവയാണ് ആ 5 ദ്രവ്യങ്ങൾ. ഓണാട്ടുകരയുടെ കാർഷിക സമൃദ്ധിയെയും കൂടി ഇത് സൂചിപ്പിക്കുന്നു. പഴയകാല അളവ് ഉപകരണങ്ങളാണ് പറ, ചങ്ങഴി, നാഴി എന്നിവ. പണ്ട് ധാന്യങ്ങൾ അളക്കുന്നത് ഇതുപയോഗിച്ചായിരുന്നു. ദേവീദേവന്മാർക്കുള്ള സമർപ്പണം ഇപ്പോഴും ഇതേ അളവുപകരണങ്ങളിലാണ്. മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഗ്രാമദേവത ഞങ്ങളെ കാണാനെത്തുന്നതിൻ്റെ ചെണ്ടകൊട്ടും വാദ്യമേളങ്ങളുടെ ശബ്ദവും ദൂരെ നിന്ന് കേൾക്കാം. ഈ ശബ്ദം കേൾക്കുമ്പോഴേ ഇവിടെയുള്ളവർക്ക് നെഞ്ചിടിപ്പാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പരദേവത വീട്ടുപടിക്കലെത്തും. പരദേവതയ്ക്ക് ഒരു നീരസവും ഉണ്ടാകാത്ത രീതിയിൽ വീടും പരിസരവും ശുചിയാക്കി വയ്ക്കുന്നതിൽ ഇവിടുത്തുകാർ അതീവ ശ്രദ്ധാലുക്കളാണ്. പരിസര ശുചീകരണത്തിൻ്റെ ഒരു വലിയ പാഠം കൂടിയാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. ഇക്കാലയളവിൽ ഇവിടങ്ങളിലുള്ള വീടുകളും പരിസരവും എല്ലാം വളരെയധികം ശുദ്ധവും വൃത്തിയുമുള്ളതായിരിക്കും. താലപ്പൊലിയുമേന്തി സ്ത്രീകളും കുട്ടികളുമൊക്കെ അമ്മയെ വരവേൽക്കാനായി കാത്തു നിൽക്കുകയാണ്. അവർക്കിത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അമ്മ അൻപലി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പ്രത്യേക താളത്തിലുള്ള താളമേളങ്ങൾക്കൊത്ത് ചുവട് വയ്ക്കുന്ന കാഴ്ച. ഇതിനെ ജീവത എഴുന്നള്ളത്ത് എന്നാണ് പറയുന്നത്.
ആ കാണുന്ന രൂപത്തെയാണ് ജീവത എന്ന് പറയുന്നത്. ഓണാട്ടുകരക്കാർക്ക് ഇത് വെറുമൊരു രൂപമല്ല, സാക്ഷാൽ ഭഗവതി തന്നെയാണ്. ദേവിയോടുള്ള എല്ലാ ആദരവും ബഹുമാനവും ഭക്തിയും ഈ ജീവതാരൂപത്തോടും ഭക്തർക്കുണ്ട്. ആപത്തുകളിൽ നിന്നും ദേവി തങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ വീട്ടിലും ഭഗവതി എത്തി. അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ സുവർണ നിമിഷം. ഗ്രാമത്തിൻ്റെ ഭാരദേവത വീട്ടുമുറ്റത്ത്. ഭയഭക്തി ബഹുമാനത്തോടെ തന്നെ കാണാനെത്തുന്ന ഭക്തനെ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പോയി കാണുന്നു. എത്ര ഉദാത്തമായ ഒരു സങ്കല്പമാണ് അല്ലേ? ഒപ്പം ഒരു പിടി നാഞ്ഞുമണികളും സമ്മാനിച്ച് മടക്കം. ഇനി ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പ്.